എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു ട്രാവൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കുറച്ച് സ്വീറ്റ് ആയ ഒരു പ്ലേസിലേക്കാണ്. സ്വീറ്റ് എന്ന് കേൾക്കുമ്പോൾ ആരും കൺഫ്യൂസ്ഡ് ആവണ്ട, ഇതൊരു ജാം ഫാക്ടറിയാണ്. എസെക്സ് കൗണ്ടിയിലാണ് ഈ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഫാക്ടറി വരുന്നത്. ഓൾമോസ്റ്റ് 150 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഫാക്ടറി ഇവിടെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. വളരെ ഒതന്റിക് ആയിട്ടാണ് ഇവരുടെ ജാം മേക്കിംഗ് എല്ലാം വരുന്നത്. ആദ്യം തന്നെ ഞങ്ങൾ നേരിട്ട് പോയത് അവരുടെ ഔട്ട്ലെറ്റിലേക്കാണ്. അവിടെ വെറൈറ്റീസ് ഓഫ് ജാം, അതുപോലെ മാമലേറ്റ്സ്, വൈൻ, അങ്ങനെ ഓൾമോസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എല്ലാം ഒതന്റിക് രീതിയിലാണ് അവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തത് അവരുടെ ജാം സെക്ഷൻ തന്നെയാണ്. Yeah, they're a lot sweeter. Jam. You prefer the jam? Okay. Is it the pure plum or any extra ingredient? No, it'll be just the actually one of the so you've got to be famous for. Oh, the little scarlet, because only we. So they're a really tiny little strawberry. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് അവരുടെ ജാം മ്യൂസിയത്തിലേക്കാണ്. 1995 സ്ഥാപിച്ച ഈ ഒരു ജാം മ്യൂസിയം വരുന്നത് സെയിം ഫാക്ടറിയുടെ ഉള്ളിൽ തന്നെയാണ്. ആർതർ ചാൾസ് വിക്കിംഗ് എന്ന ബ്രിട്ടീഷ് പൗരൻ വിക്കിനാൻസൺ എന്ന പേരിലാണ് ഈ ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. അവിടെ അവരുടെ ഫാമിലി ഹിസ്റ്ററി, അവരുപയോഗിച്ചിരുന്ന വസ്തുക്കൾ തുടങ്ങി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇപ്പോഴും വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ വരുന്ന ഒരു സെക്ഷനാണ് ജാർ റിവല്യൂഷൻ. ആ ഒരു ജാർ റിവല്യൂഷൻ നോക്കിയാൽ നമുക്ക് കാണാം പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ഭരണിയിൽ നിന്ന് ഇപ്പോൾ കാണുന്ന ഗ്ലാസ് ജാറിലേക്ക് എങ്ങനെയാണ് ഒരു മാറ്റം വന്നതെന്ന്. പണ്ടുകാലത്ത് ടിപ്റ്ററി വില്ലേജിന് സ്വന്തമായ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു റെയിൽവേ ലൈൻ ഈ ജാം ഫാക്ടറിയുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. കാരണം ഇവരുടെ എല്ലാ പ്രൊഡക്ട്സും അന്ന് ലണ്ടനിലേക്കും അതുപോലെ മറ്റ് പ്ലേസിലേക്കും ഒക്കെ കൊണ്ടുപോയിരുന്നത് ഈ ഒരു റെയിൽവേ മാർഗം മാത്രമായിരുന്നു. എന്നാൽ പോകെ പോകെ റോഡുകളും കാര്യങ്ങളും വന്നതോടുകൂടി 1951 ഈ ഒരു സർവീസ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി. പക്ഷെ ഇപ്പോഴും ആ ഒരു ചരിത്രം ഈ മ്യൂസിയത്തിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കുന്നതിലാണ് പെട്ടെന്നൊരു കാര്യത്തിൽ കണ്ണുടക്കിയത്. 4 കാലുള്ള ഒരു കോഴി. ആദ്യം ഒന്ന് സ്റ്റെക്കായെങ്കിലും പിന്നീട് ഡീറ്റെയിൽസ് നോക്കിയപ്പോഴാണ് അതൊരു ഒറിജിനൽ കോഴിയായിരുന്നെന്ന് കാണാൻ പറ്റിയത്. വിക്കിസൺ എന്ന വ്യക്തിയാൽ വളർത്തപ്പെട്ട ഈ ഒരു കോഴി മുൻപത്തെ കാലത്ത് സ്റ്റഡീസിനൊക്കെ വളരെയധികം ഉപകാരപ്പെട്ടിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ എക്സാമ്പിൾ ആയിട്ടാണ് അതിനെ ഇവിടെ ഇപ്പോഴും കീപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മ്യൂസിയത്തിന്റെ ആകർഷകമായ ഒരു ഭാഗമാണ് പഴയ യന്ത്രങ്ങൾ. ഇവിടെയുള്ള മെഷീൻസ് എല്ലാം ജാം മേക്കിങ്ങിന്റെ ഹിസ്റ്ററി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പണ്ട് കാലത്ത് കൂടുതലായും കൈകൊണ്ടുള്ള പരിശ്രമത്തിലൂടെയായിരുന്നു ജാം നിർമ്മാണം. എന്നാൽ പോകെ പോകെ ഒരുപാട് മെഷീൻസ് ഇവരുടെ വർക്ക് ഈസിയാക്കി. ഇതിന്റെ എല്ലാം മെമ്മറിക്കായി ഓൾമോസ്റ്റ് എല്ലാ എക്യുപ്മെന്റ്സും ഇവരിവിടെ ഇപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വർഷങ്ങളുടെ പാരമ്പര്യം പറഞ്ഞ ആ മ്യൂസിയത്തിനോട് വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ യാത്ര തിരിച്ചു.